2010 ശേഷം സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യത്തിൽ ഒരുപാട് മിസ്റ്റേക്കുള്ള ഒരു കരിയറായിരുന്നു ചിയാൻ വിക്രമിന്റേത്. എന്നാൽ ഇന്ന് റിലീസായ തങ്കലാനിലൂടെ വലിയൊരു തിരിച്ചുവരവാണ് ഒരു നടൻ എന്ന നിലയിൽ ചിയാൻ വിക്രം നടത്തിയിരിക്കുന്നത്. എന്നാൽ പോലും ഒരുപാട് നല്ല സിനിമകൾ റിജക്ട് ചെയ്ത് ഇദ്ദേഹം മോശം സിനിമകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സാമി സ്റ്റോർ എന്ന സിനിമ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒഴിവാക്കിയത് കരിയറിലെ തന്നെ വമ്പൻ ഹിറ്റായി മാറാവുന്ന ഒരു സിനിമയായിരുന്നു. ഇതുപോലെ തന്നെ ഇനി നാഷണൽ അവാർഡിന് പരിഗണിക്കാൻ പോകുന്ന ഒരു മലയാള സിനിമ റിജക്ട് ചെയ്തതും ഇദ്ദേഹം തന്നെയായിരുന്നു. ഇതുപോലെ കരിയറിൽ ഒട്ടുമിക്ക വമ്പൻ സിനിമകൾ റിജക്ട് ചെയ്ത് ഇദ്ദേഹം കമ്മിറ്റ് ആയത് ഒരുപാട് ഫ്ലോപ്പ് സിനിമകൾക്കായിരുന്നു. അങ്ങനെ ചിയാൻ വിക്രം റിജക്ട് ചെയ്ത തമിഴ് സിനിമകളെ കുറിച്ചും അല്ലാത്ത പാൻ ഇന്ത്യൻ സിനിമകളെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിക്രമിന്റെ മൂവി ഏതാണെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ, ബോംബെ. 1990-ലായിരുന്നു വിക്രമിന്റെ കരിയറിന്റെ തുടക്കം. ആദ്യകാലങ്ങളിൽ തമിഴ് തെലുങ്ക് സിനിമകൾ തുടങ്ങിയ അദ്ദേഹത്തിന് എടുത്തു പറയാവുന്ന ഒരു റോൾ കിട്ടിയത് ശരിക്കും മലയാളത്തിൽ തന്നെയായിരുന്നു. ധ്രുവം എന്ന മമ്മൂട്ടി ചിത്രത്തിലെ വേഷമായിരുന്നു അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത ചിത്രം. ഇതിനുശേഷം ഇദ്ദേഹം റിജക്ട് ചെയ്ത ആദ്യ സിനിമയായിരുന്നു ബോംബെ. 1994-ലായിരുന്നു ബോംബെ എന്ന ചിത്രത്തിലേക്ക് മണിരത്നം വിക്രമിനെ ക്ഷണിച്ചത്. എന്നാൽ ആ സമയത്ത് താടി പഠിച്ചൊരു വേഷം അദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതിന്റെ പ്രധാന കാരണവും സേതു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ടൈം അതിനോടനുബന്ധിച്ചായിരുന്നു എന്നതാണ്. സേതു എന്ന സിനിമയിൽ ഒരു ട്രിമ്മഡ് താടി വെച്ച വേഷമായിരുന്നു വിക്രമിനുണ്ടായിരുന്നത്. സേതു എന്ന സിനിമയിലൂടെയാണ് വിക്രമിന് ചിയാൻ എന്ന പേരും വീണത്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണമായിരുന്നു ബോംബെ എന്ന സിനിമയിൽ നിന്ന് വിക്രം റിജക്ട് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ് വൺ, ഷാജഹാൻ. വിജയെ ഒരു റൊമാൻറ്റിക് ഹീറോ ആക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ച ചിത്രമായിരുന്നു ഷാജഹാൻ. ഷാജഹാൻ സിനിമയുടെ ക്ലൈമാക്സ് ഇന്നും നമ്മൾ കാണുമ്പോൾ കരഞ്ഞു പോകും. അതുപോലെയുള്ള ഒരു ചിത്രത്തിനായി ആദ്യം സംവിധായകൻ സമീപിച്ചത് ഇതേ ചിയാൻ വിക്രമിനെയായിരുന്നു. എന്നാൽ ചിയാൻ വിക്രം ഈ സിനിമ ഒഴിവാക്കിയതും ആ സമയത്ത് അദ്ദേഹം ഒരു മാസ് സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടു കൂടി നിന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ ചിത്രവും ചിയാൻ വിക്രം അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്ന് ഒഴിവാക്കിയത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. നെക്സ്റ്റ് വൺ, കാക്ക കാക്ക. സൂര്യയുടെ കരിയറിൽ സൂര്യയെ ഒരു മാസ് ക്യാരക്ടറായി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ച ചിത്രം കാക്ക കാക്കയായിരുന്നു. ഇന്നും തമിഴിലെ മികച്ച ഐക്കോണിക് പോലീസ് റോളുകൾ എടുത്താൽ അതിൽ കാക്ക കാക്ക ഉണ്ടായിരിക്കും. GVM ഈ ചിത്രത്തിനായി ആദ്യം സമീപിച്ചത് അജിത്തിനെയായിരുന്നു. പിന്നീട് അജിത്തിന് ശേഷം വിജയിലേക്ക് ഈ കഥ പോയിരുന്നു. എന്നാൽ ആ സമയത്ത് സ്ക്രിപ്റ്റ് വർക്ക് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടാളും ഈ സിനിമ റിജക്ട് ചെയ്തു. അതിനുശേഷം ഈ ചിത്രം വിക്രമിനടുത്തേക്കും എത്തിയിരുന്നു. എന്നാൽ വിക്രവും ഈ ചിത്രം റിജക്ട് ചെയ്തതിനു ശേഷമാണ് ഈ ചിത്രത്തിലേക്ക് സൂര്യയുടെ കടന്നുവരവും സിനിമ വൻ വിജയമായി മാറിയത്. നെക്സ്റ്റ് വൺ, കാഴ്ച. കാഴ്ച എന്ന മമ്മൂട്ടി ബ്ലസി കോംബോയിൽ വന്ന മലയാള ചിത്രം നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. സിനിമയിലൂടെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു. ഈ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാനായി ബ്ലസി എത്തിയത് വിക്രമിന്റെ അടുത്തേക്കായിരുന്നു. വിക്രം ഈ ചിത്രത്തിന് ഓക്കെ പറയുകയും ചെയ്തു. എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് വിക്രം ആ സമയത്ത് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് ബ്ലസി ഒരുക്കമല്ലാതിരുന്നത് കൊണ്ട് പിന്നീട് ഈ ഡിസ്കഷൻ പലതവണ നടന്നുവെങ്കിലും ചിത്രം അങ്ങോട്ട് വർക്കായില്ല. എന്നിരുന്നാലും ഈ ചിത്രം തമിഴിൽ റീമേക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ വിക്രം ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നത് മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, കോ. KV ആനന്ദ് സംവിധാനം ചെയ്ത് ജീവനായകനായി വന്ന് ജീവയ്ക്ക് പുതിയൊരു ഐഡന്റിറ്റി തന്നെ ഉണ്ടാക്കി കൊടുത്ത ചിത്രമായിരുന്നു കോ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ കോ എന്ന ചിത്രം പല നടന്മാർ റിജക്ട് ചെയ്ത സിനിമയായിരുന്നു. ഈ ചിത്രത്തിന്റെ കഥ ആദ്യം പറഞ്ഞത് അജിത്തിനോടായിരുന്നു. എന്നാൽ അജിത്ത് തന്നെ പറഞ്ഞു ഈ ചിത്രം എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ അജിത്തിന് ശേഷം ഈ ചിത്രം ചിമ്പുവിലേക്ക് എത്തിയിരുന്നു. ചിമ്പു ഈ ചിത്രത്തിൽ കുറെ സിനിമ അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ ചിമ്പു പറഞ്ഞത് ഈ ചിത്രത്തിലേക്ക് നായികയായി തമന്ന വേണമെന്നായിരുന്നു. എന്നാൽ തമന്നയെ ഈ ചിത്രത്തിലേക്ക് ആഡ് ചെയ്യാത്തതുകൊണ്ട് ചിമ്പു ഈ ചിത്രത്തിൽ നിന്ന് പകുതിക്ക് വെച്ച് പോയി. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇന്നും ഇതിന്റെ ചില പോസ്റ്ററുകൾ നമുക്ക് ഗൂഗിളിലൊക്കെ കാണാം. ഇതിനുശേഷം ഈ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത് ആര്യയായിരുന്നു. ആര്യയും എന്തെല്ലാമോ കാരണങ്ങളൊക്കെയാണ് ഈ ചിത്രം റിജക്ട് ചെയ്തു. പിന്നീട് ഈ ചിത്രം വിക്രമിലേക്ക് എത്തിയിരുന്നു. എന്നാൽ വിക്രമും ഈ ചിത്രം വേണ്ടെന്ന് വെച്ചതോടെയാണ് പിന്നീട് KV ആനന്ദ് ഈ ചിത്രവുമായി ജീവയുടെ അടുത്തേക്ക് എത്തിയതും ഈ ചിത്രം ഒരു വൻ വിജയമായി മാറിയത്. നെക്സ്റ്റ് വൺ, കരികാലൻ. ഇന്നും വിക്രമിന്റെ കരിയറിലെ വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് കരികാലൻ എന്ന ചിത്രം അദ്ദേഹം റിജക്ട് ചെയ്തത്. റിജക്ട് ചെയ്തതെന്നല്ല, ചിത്രം പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയതാണ്. ഗാന്ധി കൃഷ്ണ എന്ന സംവിധായകൻ വിക്രമിനെ വെച്ച് 45 ദിവസത്തോളം ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടത്തിയിരുന്നു. എന്നാൽ ഈ 45 ദിവസം കൊണ്ട് സിനിമയുടെ 10-15 മിനിറ്റുകൾ മാത്രമാണ് ഷൂട്ട് ചെയ്തത്. ഇതിന്റെ ഈ ഒരു ഔട്ട്പുട്ട് വിക്രമിന് അത്ര സാറ്റിസ്ഫൈ ആക്കിയില്ല. വിക്രം പറഞ്ഞു ഇനി ഈ ചിത്രവുമായി മുന്നോട്ട് പോകാൻ താനില്ല. അങ്ങനെ ചിത്രം പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ആവുകയും ഈ സിനിമ പിന്നീട് ആരെ വെച്ചും ചെയ്യാൻ പറ്റാതാവുകയും ചെയ്തു.
അങ്ങനെയാണ് ഈ സിനിമ വിക്രമിൽ നിന്നും വഴുതിപ്പോയത്. പിന്നീട് ഇതിന് ശേഷം 2015 ആയിരുന്നു വിക്രമിന് ഒരു ബ്രേക്ക് ത്രൂ കൊടുത്ത സിനിമ. ഇതിന് ശേഷമാണ് പിന്നീട് പല പല നല്ല സിനിമകളും വിക്രമിന്റെ കയ്യിൽ നിന്നും പോയതും പല മോശം സിനിമകളിലേക്ക് വിക്രം കമ്മിറ്റ് ആയത്. അക്കൂട്ടത്തിന് ആദ്യമുള്ള സിനിമയാണ് കർണൻ. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയുടെ സംവിധായകനായ RS വിമൽ മഹാഭാരതത്തെ ബേസ് ചെയ്ത് ഇറക്കാനിരുന്ന സിനിമയായിരുന്നു കർണൻ. ഈ ചിത്രത്തിലെ കർണന്റെ വേഷത്തിലായിരുന്നു വിക്രം ഉണ്ടായിരുന്നത്. സിനിമയുടെ ഒരു മോഷൻ പോസ്റ്ററൊക്കെ റിലീസായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ വിക്രമിന്റെ പേര് വെച്ചില്ല. അതായത് മോഷൻ പോസ്റ്ററിലും പോസ്റ്ററുകളിലും ഒന്നും വിക്രമിന്റെ പേര് വെച്ചില്ല എന്ന ചെറിയൊരു പിണക്കം കാരണമാണ് വിക്രം ഈ ചിത്രം റിജക്ട് ചെയ്തതും പിന്നീട് ഈ ചിത്രം നടക്കാതെ തന്നെ പോയത്. എന്നിരുന്നാലും ഈ ചിത്രം ചെയ്യുകയായിരുന്നെങ്കിൽ വിക്രമിന്റെ കരിയറിലെ ഒരു വെറൈറ്റി റോൾ, ഒരു പുതിയ നാഷണൽ അവാർഡ് കൂടി ഇദ്ദേഹത്തിന് നേടാനായേനെ. നെക്സ്റ്റ് വൺ 24. സൂര്യയുടെ കരിയറിലെ തന്നെ അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച ചിത്രമായിരുന്നു 24. இப்ப நான் முயற்சி பண்ணிட்டு இருக்கிற மெஷின் வேலை செய்யறதுக்கு 99% வாய்ப்பே இல்லை. ഈ 24 എന്ന ചിത്രത്തിൽ സൂര്യ നായകനായി വരുന്നതിന് മുൻപ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് പൂർത്തിയാക്കിയത് തന്നെ മഹേഷ് ബാബുവിനെ കണ്ടുകൊണ്ടായിരുന്നു. മഹേഷ് ബാബുവിന് വേണ്ടി എഴുതിയ സിനിമയായിരുന്നു 24. എന്നാൽ 24 സിനിമ മഹേഷ് ബാബുവിന് അടുത്തേക്ക് ചെന്നപ്പോൾ സിനിമ 2 പാർട്ടായി ഇറക്കണമെന്നായിരുന്നു മഹേഷ് ബാബുവിന്റെ ആവശ്യം. ഇതും കൂടാതെ സിനിമയ്ക്ക് ഒരു വലിയ ബഡ്ജറ്റ് ആവുമെന്ന് കൂടി ആയപ്പോൾ മഹേഷ് ബാബു പിന്നീട് സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതിനുശേഷം ഈ കഥയുമായി ചിയാൻ വിക്രമിനടുത്തേക്കും എത്തി. എന്നാൽ 2 പാർട്ടായി ചെയ്യുന്നതിനോട് വിക്രമിന് അന്ന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പല പല കാരണങ്ങളാൽ വിക്രം ഈ സിനിമയിൽ നിന്നും റിജക്ട് ചെയ്തു. അതിനുശേഷമാണ് ഈ ചിത്രവുമായി സൂര്യയുടെ അടുത്തേക്ക് എത്തിയത്. എന്നാൽ സൂര്യ ഈ ചിത്രം കേട്ടതോടെ വളരെ ഇംപ്രസ്ഡ് ആയി സൂര്യ ഈ ചിത്രത്തിന് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് 24 എന്ന ചിത്രം തുടങ്ങിയത്. ഈ ചിത്രം കോളിവുഡിലെ തന്നെ മികച്ചൊരു ടൈം ട്രാവൽ സിനിമയായി മാറിയുന്നത് മറ്റൊരു ചിത്രം. നെക്സ്റ്റ് വൺ രാക്ഷസൻ. സാമി സ്ക്വയർ എന്ന ചിത്രത്തിന് വേണ്ടി വിക്രം നഷ്ടപ്പെടുത്തിയ സിനിമയായിരുന്നു രാക്ഷസൻ. വിഷ്ണു വിശാൽ നായകനായ ഈ ചിത്രം തമിഴിലെ തന്നെ മികച്ച ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു. ഈ ചിത്രം വിക്രം റിജക്ട് ചെയ്തതിനു ശേഷം പിന്നീട് വിജയ് സേതുപതിയിലേക്കും എത്തിയിരുന്നു. ഇവർ രണ്ടാളും റിജക്ട് ചെയ്ത ശേഷമാണ് വിഷ്ണു വിശാൽ ഈ ചിത്രം ഏറ്റെടുത്തത്. എന്നിരുന്നാൽ പോലും ചിയാൻ വിക്രം ഈ ചിത്രം ഒഴിവാക്കി ചെയ്ത സാമി സ്ക്വയർ വൻ പരാജയമായി മാറി എന്ന് മാത്രമല്ല സാമി എന്ന കഥാപാത്രത്തിന് തന്നെ വലിയ രീതിയിൽ ട്രോൾ മെറ്റീരിയലായി മാറാൻ ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുത്തു. നെക്സ്റ്റ് വൺ ആടുജീവിതം. ഇപ്പോൾ റിലീസായി വളരെയധികം പ്രശംസ നേടിയിരിക്കുന്ന പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന ചിത്രത്തിനായി ബ്ലസ്സി ആദ്യം സമീപിച്ചതും ഇതേ വിക്രമിനേക്കായിരുന്നു. വിക്രം ഈ ചിത്രം ചെയ്യാനായി തയ്യാറുമായിരുന്നു. എന്നാൽ പിന്നീട് പല പല ഡിസ്കഷനിലൂടെ സിനിമ നീണ്ടു പോകുകയായിരുന്നു. വിക്രം ഒരു സമയത്ത് വെയിറ്റ് കുറയ്ക്കുകയും ഇതുകൂടാതെ പല പല ട്രാൻസ്ഫോർമേഷൻ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും പോകെ ഈ സിനിമ പിന്നീട് നടക്കാതെയായി. അങ്ങനെയാണ് ചിത്രത്തിലേക്ക് പിന്നീട് പൃഥ്വിരാജിന്റെ എൻട്രി. പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ കമ്മിറ്റ് ആയതോടുകൂടി പിന്നീട് വിക്രമിലേക്കുള്ള ഈ സിനിമയുടെ വാതിലടങ്ങി. നെക്സ്റ്റ് വൺ വേട്ടയ്യൻ. രജനീകാന്ത് TJ ഗണവേൽ കോംബോയിൽ ഇനി റിലീസ് ആവേണ്ടിയിരിക്കുന്ന ചിത്രമാണ് വേട്ടയ്യൻ. ഈ ചിത്രത്തിലെ വില്ലൻ വേഷം, അതായത് റാണ ചെയ്യുന്ന വേഷത്തിലേക്ക് ആദ്യം കാസ്റ്റ് ചെയ്തത് ഇതേ ചിയാൻ വിക്രമിനെയായിരുന്നു. 2 സൂപ്പർ സ്റ്റാറുകൾ ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു ടൈമിൽ ഒരു അത്യാവശ്യം ഹൈപ്പ് നേടിയെടുത്ത സിനിമ കൂടിയായിരുന്നു ഈ ചിത്രം. പിന്നീട് ചിയാൻ വിക്രമിന് ശേഷം ഈ റോള് അർജുനിലേക്കും എത്തി എന്നാണ് പറയുന്നത്. എന്നാൽ അർജുനും ഈ റോൾ റിജക്ട് ചെയ്തതിനു ശേഷമാണ് റാണ ഈ റോൾ ഏറ്റെടുക്കുകയും ഇപ്പോൾ സിനിമ ഷൂട്ടിംഗ് നടക്കുകയും ചെയ്യുന്നത്. ഇതും കൂടാതെ 2018 ടൈമിൽ കടാരംകൊണ്ടൻ റിലീസ് ടൈമിൽ വിക്രമിന് ഒരു ഹോളിവുഡ് ചിത്രത്തിലേക്കും ഓഫർ വന്നിരുന്നു. ആ ചിത്രം ഏതെന്ന് വിക്രം ഓപ്പണായി പറഞ്ഞിരുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ഹോളിവുഡ് ഓഫറും വിക്രം നിരസിച്ചിരുന്നു എന്നത് മറ്റൊരു കാര്യം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ചിയാൻ വിക്രം റിജക്ട് ചെയ്ത സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജും ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇതുപോലെ എന്ത് കാര്യമാണ് കണ്ടന്റായി കൊണ്ടുവരേണ്ടത് എന്ന കാര്യം നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.